അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം ഇബ്രാഹിം തൈമി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത 10 ദിക്റുകളാണ് ആ മഹത്തായ ദിക്റുകൾ. ഫൈദാ ഖാറബ തുലൂ അശ്ശംസി യബ്തദിഉ ബിഖിറാഅത്തിൽ മുസബ്ബിഹാത്തിൽ അശ്ർ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം സൂര്യൻ ഉദിക്കാൻ സമയമായാൽ യബ്തദിഉ ബിഖിറാഅത്തിൽ മുസബ്ബിഹാത്തിൽ അശ്ർ 10 ദിക്റുകൾ 7 വട്ടം ചൊല്ലണം. വഹിയ ആ 10 ദിക്റുകൾ മിൻ തഅലീമിൽ ഖിദ്ർ അലൈഹിസ്സലാം അല്ലമഹ ഇബ്രാഹിം തൈമി. മഹാനായ ഇബ്രാഹിം തൈമി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത 10 ദിക്റുകളാണ്. വയുനാലു ബിൽ മുദാവമത്തി അലൈഹ ജമീഅൽ മുതഫറഖ് ഫിൽ അദ്കാരി വദ്ദഅവാത്ത്. ആ 10 ദിക്റുകൾ 7 വട്ടം സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ആരെങ്കിലും ചൊല്ലിയാൽ പതിവാക്കി പോന്നാൽ അവൻ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടു, വിജയിച്ചു എന്ന വിഷയത്തിൽ ഒരു സംശയവും വേണ്ട. അത്രയും പ്രധാനപ്പെട്ട ദിക്റുകളാണ് ആ 10 ദിക്റുകൾ. ആ 10 ദിക്റുകളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനുണ്ട്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തുണ്ട്, ദുആകളുണ്ട്. വഹിയ അശറത അഷ്യാഇൻ സബ്അത്തുൻ സബ്അ. ആ 10 ദിക്റുകൾ ഓരോന്ന് 7 വട്ടം വീതം ചൊല്ലണം. ആദ്യമായി ചൊല്ലേണ്ടത് ഫാത്തിഹ. ഫാത്തിഹ 7 വട്ടം ചൊല്ലണം. അതുപോലെ തന്നെ രണ്ടാമതായി സൂറത്തുൽ ഇഖ്ലാസ് 7 വട്ടം. മൂന്നാമതായി സൂറത്തുൽ ഫലഖ് 7 വട്ടം. നാലാമതായി സൂറത്തുൻ നാസ് 7 വട്ടം. അഞ്ചാമതായി സൂറത്തുൽ കാഫിറൂൻ 7 വട്ടം. ആറാമതായി ആയത്തുൽ കുർസി 7 വട്ടം. ഈ 6 പരിശുദ്ധ ഖുർആനാണ്. ഇനി 7ാമത്തത് ദിക്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ 7 വട്ടം ചൊല്ലണം. 8ാമതായി വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള സ്വലാത്തുകൾ ചൊല്ലുക. 9ാമതായി ചൊല്ലേണ്ടത് വയസ്തഗ്ഫിറു ലിനഫ്സിഹി വലിവാലിദിഹി വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സ്വന്തം നഫ്സിനും തന്റെ മാതാപിതാക്കൾക്കും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മുഅ്മിനീങ്ങളായ ആണുങ്ങൾക്കും മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ പൊറുക്കൽ ചോദിക്കുക. ഏതുപോലെ അല്ലാഹുമ്മ ഗ്ഫിർലി വലിവാലിദീന വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈ ദുആ നടത്തുക. 10ാമതായി ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ഫ്അൽ ബി വബിഹിം ആജിലൻ വആജിലൻ ഫിദ്ദീനി വദ്ദുനിയ വൽആഖിറ മാ അൻത ലഹു അഹ്ലുൻ വലാ തഫ്അൽ ബിനാ യാ മൗലാനാ മാ നഹ്നു ലഹു അഹ്ലുൻ ഇന്നക ഗഫൂറുൻ ഹലീമുൻ ജവാദുൻ കരീമുൻ റഊഫുർ റഹീം. ഈ ദുആ നടത്തുക. ഈ 10 കാര്യങ്ങൾ അതിൽ പരിശുദ്ധ ഖുർആനുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തുണ്ട്. അതുപോലെ തന്നെ സ്വന്തം നഫ്സിന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കലുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കലുണ്ട്, സർവ്വ മോമിനീങ്ങളായ ആണുങ്ങൾക്കും മോമിനീങ്ങളായ പെണ്ണുങ്ങൾക്കും പൊറുക്കലിനെ ചോദിക്കലുണ്ട്. ഈ 10 ദിക്റുകൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, സൂര്യൻ ഉദിക്കാൻ അടുത്താകുന്ന ആ സമയം ഈ ദിക്റുകൾ ചൊല്ലാൻ കഴിഞ്ഞാൽ അവനിക്ക് വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയിപ്പിക്കും. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെയും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവന്റെ ഇരുലോകവും രക്ഷപ്പെടും എന്ന വിഷയത്തിൽ സംശയം വേണ്ട. മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. അന്ന ഇബ്രാഹിം തൈമി, മഹാനായ ഇബ്രാഹിം തൈമി തങ്ങൾ ലമ്മാ ഖറഅ ഹാദിഹി ബഅദ بعد أتعلمها من الخضر عليه السلام. മഹാനായ
ഖിദർ നബി അലൈഹിസ്സലാമിൽ നിന്ന് പഠിച്ചതിന് ശേഷം ഈ 10 ദിക്റുകൾ മഹാനായ ഇബ്രാഹിം തൈമി തങ്ങൾ ഖിദർ നബി അലൈഹിസ്സലാമിൽ നിന്ന് പഠിച്ചതിന് ശേഷം അത് ചൊല്ലാൻ തുടങ്ങിയത് മുതൽക്ക് റഅ ഫിൽ മനാം മഹാനവരുകൾക്ക് സ്വപ്നത്തിൽ കണ്ടു അന്നഹു ദഖലൽ ജന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതായി സ്വപ്നത്തിൽ കണ്ടു. വറഅൽ മലായികത സ്വർഗ്ഗത്തിൽ മലക്കുകളെ കണ്ടു. വൽ അംബിയാ അലൈഹിമുസ്സലാം അതുപോലെ തന്നെ അംബിയാ മുർസലീങ്ങളെ കണ്ടു. മാത്രമല്ല വാക്കല മിൻ ത്വാമിൽ ജന്ന സ്വർഗ്ഗത്തിലെ ഭക്ഷണം കഴിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു. ചില മഹാന്മാര് പറഞ്ഞു ഇന്നഹു മക്കസ 4 അശ്ഹുരിൻ ലം യുതും സ്വർഗ്ഗത്തിലെ ഭക്ഷണം സ്വപ്നത്തിൽ കഴിക്കുന്നതായി കണ്ടു. അതിന്റെ ശേഷം 4 മാസക്കാലം മഹാനവരുകൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. മഹാന്മാര് പറഞ്ഞു സ്വർഗത്തിന്റെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ദാഹവും വിശപ്പും ഉണ്ടാകൂല, പിന്നെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം തൈമി തങ്ങൾക്ക് ഈ 10 ദിക്റുകൾ ദായിമാക്കാൻ തുടങ്ങിയത് മുതൽക്ക് പതിവാക്കിയ മുതൽക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുകയും സ്വർഗത്തിലെ വലിയ ആ മഹത്തായ അവിടത്തെ സുഖങ്ങള്, ആഡംബരങ്ങള്, അവിടത്തെ ഭക്ഷണങ്ങളൊക്കെയും കഴിക്കുന്നതായിട്ടും സ്വർഗത്തിൽ നല്ല സുഖത്തോടെ സന്തോഷത്തോടെ താമസിക്കുന്നതായിട്ടും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിക്റുകളുടെ മഹത്വം എത്രയാണ് അല്ലെ? ഓരോ ദിക്റുകളെ കുറിച്ചും ഇവിടെ വിശദീകരിക്കുകയാണെങ്കിൽ എത്ര പറയാനുണ്ട്. സൂറത്തുൽ ഫാത്തിഹ വലിയ മഹത്വം നിറഞ്ഞ ഒന്നാണ്. സബ്ഉൽ മസാൻ, ആ സൂറത്തുൽ ഫാത്തിഹ 7 വട്ടം. ഫാത്തിഹത്തുൽ കിതാബ് ശിഫ മിൻ കുല്ലി ദാ. ഫാത്തിഹ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എല്ലാ രോഗങ്ങൾക്കും ശിഫയാകുന്നു ഫാത്തിഹ. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് നാം പതിവാക്കിയ നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരൂല. നമ്മുടെ ദോഷങ്ങളെല്ലാം ദിവസവും 100 ഇഖ്ലാസ് ഓതിയാൽ അവന്റെ 50 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാം. അങ്ങനെ ഓരോ സൂറത്തുകൾക്കും ഓരോ ദിക്റുകൾക്കും ഓരോ സ്വലാത്തുകൾക്കുള്ള മഹത്വം നമുക്ക് പറയാൻ തുടങ്ങിയാൽ എത്ര ദിവസം നാം അത് പറയേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഈ ദിക്റുകളും ദുആകളും പരിശുദ്ധ ഖുർആനും ഈ ചെറിയ സൂറത്തുകളും സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 7 വട്ടം ചൊല്ലാൻ നാം മറന്നു പോകരുത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരും. ഓരോന്നിന്റെ മഹത്വം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുവാനും ജീവിതത്തിൽ ചെയ്യുവാനും പതിവാക്കുവാനുമുള്ള വലിയ തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.